ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ അടിപൊളി ഒരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ദേഷ്യം കൊണ്ട് രക്തം തിളച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് അങ്ങനെയൊരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കാരണം പ്രൊമോയിൽ ആദ്യം കാട്ടിയ സീന് അങ്ങനെയൊന്നും മറക്കാനായിട്ട് പറ്റത്തില്ല. കാവ്യ നമ്മുടെ അർജുനോട് വിവാഹ വേഷത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. അതായത് താലി കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ചും അതുപോലെ തന്നെ ദേഷ്യം നിറച്ചും കളഞ്ഞത് കേട്ടോ. കാവ്യ അർജുനോട് പറയുകയാണ്, ഞാൻ ഈ ഒരു ദിവസം പണ്ടേ ഉറപ്പിച്ചത് തന്നെയാണ്, എൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കുമെന്ന്. യെസ്, ഞാനതങ്ങ് ഉറപ്പിച്ചു, അതങ്ങ് നടപ്പാക്കി എൻ്റെ അച്ഛനുമൊത്ത്. അപ്പോൾ അർജുനൊന്നും മിണ്ടാതെ ഇത് കേട്ടുകൊണ്ട് മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ അർജുന മനസ്സിൽ ഇപ്പോഴുണ്ട് ആ ഒരു സമയത്ത് എന്ന് നമുക്കറിയാം. കാവ്യയുടെ ഈ ഒരു അഹങ്കാരം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, അത്ര അധികം ഇപ്പോൾ ഉള്ളതിൻ്റെ വെറുപ്പിൻ്റെ ഇരട്ടി വെറുപ്പ് നമുക്ക് കാവ്യയോട് തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര അധികം ദുഷ്ടയാണോ കാവ്യ എന്ന് ചിന്തിച്ചു പോയി കേട്ടോ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ. എങ്ങനെ ആകാതിരിക്കും, കുറുപ്പിൻ്റെ മകളാണ്, അതുപോലെ തന്നെ കാർത്തികിൻ്റെ സഹോദരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഈ കാവ്യയ്ക്ക് ഇങ്ങനെയൊക്കെ ആകാനല്ലേ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും അർജുൻ ഒരു മറുപടി ഒന്നും പറയുന്നതായിട്ട് പ്രൊമോയിൽ കണ്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അർജുൻ അപ്പോഴും ചിന്തിക്കുന്നത് അഞ്ജലിയുടെ ഒരു അവസ്ഥയെ പറ്റിയായിരിക്കും. അഞ്ജലിയുടെ ചുറ്റും ഇപ്പോൾ ഗുണ്ടകളുണ്ടായിരിക്കും. താൻ എന്തെങ്കിലും വളരെ റോങ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് ബാധിക്കാനായിട്ട് പോകുന്നത് അഞ്ജലിയെ ആയിരിക്കുമെന്ന് അർജുനെ നല്ലവണ്ണം അറിയാം കേട്ടോ. അത് വേറെ ആരെയും ബാധിക്കില്ല, താൻ അത്രയധികം സ്നേഹിക്കുന്ന അഞ്ജലിയെയാണ് അത് ബാധിക്കാനായിട്ട് പോകുന്നതെന്ന് അർജുൻ ആ ഒരു നിമിഷത്തിൽ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രൊമോയിൽ കാണുമ്പോഴും ഇത്രയധികം ദേഷ്യം വരുന്ന രീതിയിൽ കാവ്യ ഈ മാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടും അർജുൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയിൽ ആദ്യം കാട്ടി ഈ സീൻ കണ്ടപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയൊരു സംഭവം തന്നെയായിരുന്നു. എന്താണെങ്കിലും പ്രൊമോയിൽ രണ്ടാമത് കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സങ്കടം ആയി പോകും കേട്ടോ. അതിൽ കാട്ടുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലി, നമുക്കറിയാം ഇന്ന് അഞ്ജലി ഒരുപാട് നേരമായിട്ട് അഞ്ജലിയും പത്മയും നമ്മുടെ അർജുനെ കാത്തിരിക്കുകയാണ്. അർജുന് വരുന്നതും നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് നമ്മുടെ അർജുന് വാക്ക് കൊടുത്തതുമാണ് കേട്ടോ. അപ്പോൾ രാജീവ് ഇപ്പോൾ വരും. അപ്പോൾ പത്മ അതിനിടയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു, ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് പേടിച്ച് നമ്മുടെ പത്മ അവിടെ ഇരിക്കുമ്പോഴും ആ ഒരു സമയത്തും ആശ്വാസം പകർന്നത് നമ്മുടെ അഞ്ജലിയാണ്. നീ ഒന്നും പേടിക്കാതിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ നീ വിചാരിക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പത്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അഞ്ജലി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രൊമോയിൽ നമുക്ക് കാണാം അഞ്ജലി കുറേ അധികം നേരം ഇരുന്നിട്ട്, അരമണിക്കൂറല്ല 1 മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷവും അർജുനെ കാണാതെയാകുമ്പോൾ അവസാനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു തവണ ഫോൺ വിളിച്ചിരുന്നു, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു സമയത്ത് ഫോൺ വിളിച്ചപ്പോഴും അർജുൻ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ പിന്നീട് ഒരു പക്ഷേ അർജുൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ അഞ്ജലി ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷവും ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറെങ്കിലും കഴിയുമായിരിക്കും. അപ്പോഴും അർജുൻ എത്തത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അഞ്ജലി മറ്റു വഴികളൊന്നുമില്ലാതെ വീണ്ടും ഫോൺ വിളിച്ച് നോക്കാം എന്ന് പത്മയും പറയും. അങ്ങനെ വീണ്ടും ഫോൺ വിളിച്ച് പല തവണ ട്രൈ ചെയ്ത് നോക്കുമായിരിക്കും കേട്ടോ. അപ്പോഴും ഫോൺ കട്ട് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം അർജുൻ താലി കെട്ടും എന്നൊരു ഉറപ്പുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ അവിടെ അമ്പലത്തിലും മണ്ഡപത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അനുപമ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി അർജുൻ കെട്ടുന്ന താലി കാവ്യയുടെ കഴുത്തിലാകും എന്ന്. പക്ഷെ വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എത്ര ദുഷ്ടയാണ് അനുപമ എന്ന് ഇന്നത്തെ പ്രൊമോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാരണം അനുപമ
ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവസാനം അഞ്ജലിയുടെ ഫോൺ എടുക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എത്ര ദുഷ്ടയാണ് അനുപമ എന്ന് പറയാനായിട്ട് കാരണം, ഈ ഒരു ഫോൺ വരുന്ന സമയത്ത് സ്വന്തം അനിയത്തിയാണ് അഞ്ജലി എന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. ആ ഒരു അനിയത്തിയോടാണ് അനുപമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അഞ്ജലി ഇനിയും വേദനിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അനുപമ ആ ഫോൺ എടുക്കുന്ന ഒരു സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ ഫോൺ എടുത്തതിന് ശേഷം അനുപമ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് എന്തോ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പക്ഷേ നീ സ്നേഹിക്കുന്ന ചെറുക്കൻ്റെ കല്യാണം ഇവിടെ നടക്കാനായിട്ട് പോവുകയാണ്, കല്യാണം കഴിയാനായിട്ട് പോവുകയാണ് എന്ന രീതിയിൽ അനുപമ പറയുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ വീഡിയോ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ വീഡിയോ കോൾ ആകാനും ചാൻസ് ഉണ്ട്. അതായത് അർജുനും കാവ്യയും തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ് എന്ന രീതിയിൽ അവിടെ ഒരുക്കങ്ങളും അർജുൻ ഒരുങ്ങി നിൽക്കുന്നതും കാവ്യ ഒരുങ്ങി നിൽക്കുന്ന സീനുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ വീഡിയോ കോളിലോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലും വീഡിയോ കോളിലാകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ അഞ്ജലിയെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയോ ചെയ്ത് അഞ്ജലിയെ പരമാവധി വേദനിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് അനുപമ ചെയ്യുന്നൊരു സീനാണ് പ്രൊമോയിൽ രണ്ടാമത് നമുക്ക് കാട്ടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം ദുഷ്ടയാണ് ഈ അനുപമ എന്ന സ്ത്രീ എന്ന്. സ്വന്തം അനിയത്തിയാണ് അഞ്ജലി, സ്വന്തം രക്തമാണ് അഞ്ജലി എന്നുള്ളൊരു മനസാക്ഷിയും ഇല്ലാതെയാണ് ഈ അനുപമ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് കേട്ടോ. വളരെ സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കൂടപ്പിറപ്പും ഇങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ ഒരുപക്ഷെ ആലോചിച്ച് പോകും കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയുടെ ഏറ്റവും അവസാനം കാട്ടിയ സീന് നമുക്ക് അതായത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും അവിടെ ചെറിയൊരു പ്രതീക്ഷയുടെ കണിക അവശേഷിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം പ്രൊമോയുടെ ഏറ്റവും അവസാനം കാണുന്ന സീനിൽ രാഘവനണി വലിയ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, അർജുനോട് പറയണത്, വാ നീ കല്യാണ മണ്ഡപത്തിലേക്ക് വലതുകാലം വെച്ച് കയറിയാട്ടെ എന്ന് അർജുനോട് പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അർജുന് കാവ്യ അവിടെ മണ്ഡപത്തിലിരിക്കുന്ന ആ ഒരു നിമിഷം അർജുൻ ഇങ്ങനെ നടന്ന് മണ്ഡപത്തിലേക്ക് വലതുകാലം വെച്ച് കയറാനായിട്ട് കാലിങ്ങനെ എടുത്ത് വെച്ചിട്ട് നിൽക്കുന്ന സീന. കാലെപ്പോഴും വെച്ചിട്ടില്ല വലതുകാല്, ആ വലതുകാല് പകുതിക്ക് വെച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്, ചവിട്ടണോ വേണ്ടയോ എന്ന് ആലോചിച്ച്. അപ്പോൾ ആ ഒരു മണ്ഡപത്തിൽ കാല് ചവിട്ടിയാൽ ഇനിയൊരു തിരിച്ചുപോക്ക് അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അർജുന് ഇല്ല കേട്ടോ. ആ ഒരു സംഭവമാണ് ആ ഒരു നിമിഷത്തിൽ അർജുൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ ഒരു കാല് ചവിട്ടാതെ നിൽക്കുന്ന ഒരു അർജുനെയാണ് നമ്മൾ പ്രൊമോയിൽ ഏറ്റവും അവസാനം കാണുന്നത്. അപ്പം ഇതിന് ശേഷം ഒരു തീരുമാനമായിരിക്കും നമ്മുടെ അർജുൻ എടുക്കാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ കതിർ മണ്ഡപത്തിലേക്ക് കാല് വെച്ച് കയറി കാവ്യനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ എല്ലാം നേരിട്ട് അഞ്ജലിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ ജീവിതം അല്ലെങ്കിൽ മരണം. ഇങ്ങനൊരു അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ അർജുനുള്ളത്. എന്താണെങ്കിലും വളരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു അത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. നമ്മൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതാണ്, നിങ്ങൾ എന്തായാലും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.